ഹലോ കൂട്ടുകാരെ, എൻ്റെ നന്മ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് കാലത്ത് ഞങ്ങൾ ചേന ഉപ്പേരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചേനയും ക്യാരറ്റും കൂടിയിട്ടാണ് വയ്ക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം രാവിലെ തന്നെ അത് അമ്മ ചേനയുടെ ഇല പറിക്കല്ല മുറിക്കാൻ പോവാണ്. അപ്പോൾ മഴയൊക്കെ വന്ന കാരണം 2-3 ദിവസം പിന്നെ മുട്ട് പോലെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് അത് നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിനെ കഴുത്ത് മുറിക്കണ പോലെ അത് അമ്മ മുറിക്കാൻ പോവാണ് കേട്ടോ. ഇത് മുറിക്കുമ്പോൾ ഭയങ്കര സങ്കടമാവും കണ്ടോ. അപ്പോൾ അതിനെ അമ്മ മുറിച്ചു. നല്ല ഇലയായിരുന്നു, അത് കാണുമ്പോഴത്തെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. മഴക്കാലത്ത് ഇലകളൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. കാരണം ഇലകൾക്ക് കേടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല തളിർത്ത ഇലയായ കാരണം ഒരു കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കൊള്ളിയൊക്കെ അന്ന് നട്ടിട്ടുണ്ടല്ലോ, അത് നട്ടതൊക്കെ കുറച്ച് മുളച്ച് വന്നിട്ടുണ്ട്, നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട്. ക്യാരറ്റ് അമ്മ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേഗം ചീരയുടെ ഇല വേഗം അരിഞ്ഞു. കാലത്ത് വിചാരിക്കുന്ന പണിക്ക് പോകണം, എനിക്ക് ഷോപ്പിൽ പോകണം. അപ്പോൾ വേഗം ചീരയുടെ ഇലയൊക്കെ വേഗം അരിഞ്ഞ് വെച്ചു. നാളികേരമൊക്കെ ചിരകി വെച്ചു. പിന്നെ സാധാ നമ്മൾ വെക്കണ പോലെ തന്നെ കടുക് പൊട്ടിച്ച് അങ്ങനെയൊക്കെയാണ് വെക്കണത് കേട്ടോ. പിന്നെ മീൻകറി നത്തളാണ് അടുപ്പത്ത് ആയിക്കൊണ്ടിരിക്കണം. ഇനി അതിൽ കുറച്ച് നാളികേരമൊക്കെ ഒഴിച്ചിട്ട് വേണം അതിൽ ഒഴിക്കണം. പിന്നെ ചപ്പാത്തി ആയിട്ടുണ്ട്, കറി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനി ഉപ്പേരി വയ്ക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ അന്നൊക്കെ വീഡിയോ ഇട്ട പോലെ തന്നെ കടുക് പൊട്ടിക്കുക, വെളുത്തുള്ളി, ചീനമുളക്, ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് സാധാ നമ്മളെല്ലാവരും വെക്കണ പോലെ തന്നെ കേട്ടോ ഞാൻ വെക്കണത്. പിന്നെ കുറച്ച് നാളികേരം കൂടി അതിലേക്ക് ഇട്ടിട്ടാണ് ഇല വെക്കണത് കേട്ടോ. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മൾ എന്തായാലും ഓരോന്നോരോന്ന് ഇങ്ങനെ വെക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീട്ടിലത്തെ കാര്യം തന്നെയാണ്. ഇപ്പോൾ 3 എണ്ണം വീട്ടിലുണ്ടായ സാധനങ്ങൾ കൂടിയിട്ടാണ് ഇപ്പോൾ വെച്ചത്. അപ്പോൾ ചേനയുടെ ഇലയും കിട്ടി, പിന്നെ സാമ്പാർ ചീര കിട്ടി, മുരിങ്ങയുടെ ഇല കിട്ടി. നാളത്തെ വീഡിയോയിൽ നമുക്ക് എന്താ നോക്കാം കേട്ടോ. ചീര വേഗം ചേനയുടെ ഇല വേഗം വേവണതല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വന്നില്ല. എന്നാലും ലേശം വെള്ളം അങ്ങനെ ഒഴിച്ചു. അതിൽ മുളകും ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉപ്പേരി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ചപ്പാത്തിക്ക് എന്തെങ്കിലും ചെറുതായിട്ട് എന്തിലാക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും കൂട്ടിയിട്ടൊക്കെ കഴിക്കണം. അങ്ങനെ ഉപ്പേരിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ബിജേട്ടന് ചോറൊക്കെ കൊടുത്തേച്ച് ആൾ പണിക്കൊക്കെ പോയി. ഇനി ഞാൻ പുഴയിലേക്ക് പോവുകയാണ്. പുഴയിലേക്ക് പോകാറ് ചിലപ്പോൾ ചില കൂട്ടുകാരൊക്കെ ചീത്ത പറയുണ്ടാവും. പക്ഷെ ഇതിൻ്റെ മുന്നേ ഒരാഴ്ച മുന്നേ നല്ല വെള്ളമായിരുന്നു പുഴയിൽ. എന്നിട്ട് ആ വെള്ളമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും വെള്ളം അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞേച്ചില്ല പോകണ്ട പറഞ്ഞിട്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാവരും പുഴയ്ക്ക് പോകുന്നുണ്ട്, ഞാൻ പോകുന്നത് കാണാറുമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാരൊക്കെ കാണാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുഴയ്ക്ക് പോകാൻ വിചാരിച്ചത്. കാരണം ഇപ്പോൾ വാർത്തയിലൊക്കെ നമ്മൾ ദിവസം കാണുന്നതല്ലേ വെള്ളത്തിൻ്റെ ഓരോ കാര്യങ്ങൾ. നമ്മൾ അറിഞ്ഞുകൊണ്ട് പിന്നെ ചെയ്യുമ്പോൾ അതൊരു തെറ്റെന്ന് എനിക്കറിയാം. എന്നാലും കുറച്ചൊക്കെ വെള്ളമൊക്കെ വാർന്നു പോയി ആൾക്കാരൊക്കെ പോകുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവിടേക്ക് പോണത്, പുഴയിലേക്ക്. അങ്ങനെ പുഴ എത്താറായി കേട്ടോ. പുഴ എല്ലാ വീഡിയോയിലും കാണിക്കാറുണ്ട്, ഇടവഴിയും സ്ഥലങ്ങളൊക്കെ കാണിക്കാറുണ്ട്. സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്കറിയാം. അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ പുഴ എത്തിയിട്ടോ. അപ്പോൾ ഈ ഇടവഴി വരെ വെള്ളം വന്നതാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ നോക്കുമ്പോൾ വെള്ളമൊക്കെ ഒന്ന് വറ്റി. നമ്മുടെ പാറയൊക്കെ തിരുമ്പണ ഈ കല്ലുമ്മയാണ് തിരുമ്പിയിടുന്നത് കേട്ടോ. ഇവിടെ കല്ല് കിടക്കണം കണ്ടോ, അതുവരെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. വെള്ളമൊക്കെ വന്ന് കുറച്ച് വാർന്ന് കുറച്ച് മണലൊക്കെ കാണാണ്ട്. പിന്നെ നമ്മുടെ ഈ പാറയൊക്കെ മൂടിയിട്ടുണ്ടായിരുന്നു. ഈ പാറയൊക്കെ ഇപ്പോൾ കാണാണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടേക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇവിടെ അങ്ങനെ തിരുമ്പുമ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതിലിങ്ങനെ കാണുമ്പോൾ വാർത്തയൊക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയല്ലേ പെട്ടെന്ന് വെള്ളം വന്നിട്ട് ഒഴുകി പോകണതെന്നൊക്കെ. മനസ്സിലിങ്ങനെ തിരുമ്പുമ്പോൾ അങ്ങനെ ഓരോന്നും ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് തിരുമ്പണത്. അതുകൊണ്ട് നല്ലോണം ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കൂട്ടുകാരൊക്കെ പറയാറുണ്ടല്ലോ പുഴയിലൊക്കെ തിരുമ്പുമ്പോൾ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. അതുകൊണ്ട് അതും കൂടി നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരും.
മുന്നേ പിന്നെ ആ പേടി ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പിന്നെ ഒരു പേടി തോന്നണത്. പിന്നെ ഒന്ന് ശ്രദ്ധിക്കാനും കഴിയും. അപ്പോൾ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വേഗം അതുകൊണ്ട് വേഗം തിരുമ്പി. അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എന്താ വീട്ടിലേക്ക് വേഗം പോവും വേണം. പിന്നെ ഒന്നാമത് നല്ലൊരു മഴ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും പെയ്യാമെന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം തിരുമ്പലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ദിവസം വീഡിയോ ഇടാറുണ്ട്, ഷോർട്സും ഇടാറുണ്ട്, വീഡിയോ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും അതൊന്ന് യൂട്യൂബിൽ കാണണം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണേ. ഇപ്പോൾ വീട്ടിൽ ചെന്നാൽ പിന്നെ അധികം പണിയൊന്നും ഉണ്ടാവില്ല. വേഗം കഴിക്കുക, കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് ഓടുക, അത്രേ വേണ്ടുള്ളൂ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ അങ്ങനെ അവിടെ നിന്നൊക്കെ മാറി വേഗം പണി കഴിയാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും അമ്മ ഞാൻ വന്ന വഴി തന്നെ തുണികളൊക്കെ അതാ തോരിടണു. അങ്ങനെ മഴ വരുന്ന ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു. ഷോപ്പിൽ പോകുമ്പോൾ ആകെ നനഞ്ഞു കഴിഞ്ഞാൽ തയ്ക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ ചോറാക്കി നമ്മുടെ ഉപ്പേരിയൊക്കെ ആക്കി. അപ്പോഴാണ് അച്ഛൻ വരുന്നത് പെട്ടെന്ന്. അച്ഛൻ ചേച്ചിയുടെ വീട്ടിലാണ് പറഞ്ഞില്ലേ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അച്ഛൻ വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അച്ഛൻ വന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അച്ഛൻ വന്നിട്ട് വെറുതെ അച്ഛൻ വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ പോകുന്നൊക്കെ അച്ഛൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ സന്തോഷം തോന്നി അച്ഛൻ പെട്ടെന്ന് വന്നപ്പോൾ. അപ്പോൾ ഞാൻ ഷോപ്പിലേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയ വഴിയാണ് അച്ഛനെ കണ്ടത്. അങ്ങനെ അച്ഛൻ എന്തൊക്കെയാണ് നാലുപേരൊക്കെ ഒന്ന് നോക്കി, അച്ഛൻ്റെ ആടിനെയൊക്കെ നോക്കി, അച്ഛൻ റൂമൊക്കെ നോക്കി. അങ്ങനെ ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ വാരി വിളിച്ചിട്ടുണ്ടോ നോക്കും ചെയ്യും അച്ഛൻ. അപ്പോൾ അച്ഛൻ അങ്ങനെ വന്നതാണ്. കുറച്ച് കഴിഞ്ഞ് അച്ഛൻ പോവുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ബസ് വരേണ്ട സമയമായി. ഇനി സമയം 10:10 ബസ്. അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് ഇന്ന് പോണത്. റെയിലിൻ്റെ മുകളിൽ കൂടെ ഓടലില്ല. മഴയുടെ ഇത് കാരണം റെയിലിൻ്റെ മുകളിൽ കൂടെ ഓടണമില്ല. പിന്നെ കുറേ കൂട്ടുകാരൊക്കെ പറയാറില്ലേ, റെയിലിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം എന്ന്. ശരിയാണ്, മഴയും ഇടിയൊക്കെ വരുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കാനും പറ്റില്ല, സൗണ്ടും കേൾക്കില്ല. പിന്നെ അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോകണില്ല, അധികം പോകണില്ല. വീടിൻ്റെ ആ വഴിക്കാണ് ബസ്. പക്ഷെ എപ്പോഴും ബസ്സില്ല. 8 മണിക്ക് 10:10 ബസ്സുള്ളൂ കേട്ടോ. അങ്ങനെ ഷോപ്പിലൊക്കെ എത്തിയതാണ്. നമ്മുടെ സുന്ദരമാമനും ഉണ്ട്, യൂണിയൻകാരൊക്കെ ഉണ്ട്. ഭയങ്കര വർത്താനാണ് ഒരു കടയിലൊക്കെ ഇരുന്നിട്ട് കേട്ടോ. കടയിലല്ല, സുന്ദരേട്ടൻ കടയിൽ മറ്റൊരു അപ്പുറത്താണ്. പൊരിഞ്ഞ വർത്താനം, നാട്ടു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഡ്യൂട്ടി അപ്പോഴേക്കും തുടങ്ങി. തയ്ക്കാനുള്ളതൊക്കെ തയ്ച്ചു, ഹൈമിങ് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ആണുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ ഫോണിൽ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയതാട്ടോ. മുഖമൊക്കെ ഒന്ന് നോക്കിയതാണേ. മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, വെറുതെ പൗഡർ മാത്രം ഇട്ടിട്ടുള്ളൂ. അതിന് വെറുതെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് പറഞ്ഞതാണ് കേട്ടോ. അതാണ് നമ്മുടെ യൂണിയൻകാർ ഉണ്ടല്ലേ, ഞങ്ങളുടെ കാവൽക്കാരാണ്. ഞങ്ങളുടെ വാളയംകുളത്തെ യൂണിയൻകാരാണ് കേട്ടോ. നല്ല അപ്പോഴേക്ക് ഞാൻ പറഞ്ഞു, നല്ല മഴ എന്ന് പറഞ്ഞാലും വേണ്ടില്ല, പൊരിഞ്ഞ മഴ. എല്ലാം അവിടെ നനഞ്ഞ് വെള്ളം വന്നു. അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ബായ്.